നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ടിൻഡോ ആന്റണി. പ്രധാന വാർത്തകൾ. കാവാലം കൃഷ്ണപുരം റൂട്ടിൽ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ മുടങ്ങുന്നു. വിദ്യാർത്ഥികൾ വലയുന്നു. ശിക്കാരവള്ളങ്ങളിൽ പോലീസ് പരിശോധന കർശനമാക്കുന്നു. വാർത്തകൾ വിശദമായി. കാവാലം കൃഷ്ണപുരം റൂട്ടിലെ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ സ്ഥിരമായി മുടങ്ങുന്നത് വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും വലയ്ക്കുന്നു. അധ്യയനം ആരംഭിച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നിരിക്കെ സ്കൂളുകളിലെത്താൻ കഴിയാതെ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. കാവാലം NSS HSS, ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ, ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ, ഗവൺമെന്റ് UP സ്കൂൾ കാവാലം എന്നീ സ്കൂളുകളിലും ആലപ്പുഴയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏകയാശ്രയം സർക്കാർ ബോട്ടുകളാണ്. ചെറുകായൽ, C ബ്ലോക്ക്, പുത്തനാറായിരം, മതികായൽ, മൂലാറായിരം, മാണിക്യമംഗലം തുടങ്ങി വിവിധ പാടശേഖരങ്ങളുടെ ചിറയിൽ താമസിക്കുന്നവരെ ബാഹ്യലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരേയൊരു യാത്രാഉപാധിയാണ് ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ. കായൽ മേഖലയിലെ വിദ്യാർത്ഥികളുടെ യാത്ര മഴക്കാലമായതോടെ കൂടുതൽ ദുരിതപൂർണമായിരിക്കുകയാണ്. രാവിലത്തെ ബോട്ട് സർവീസ് മുടങ്ങിയാൽ വിദ്യാർത്ഥികളുടെ അന്നത്തെ പഠനം അവസാനിച്ചു. സ്ഥിരമായി ക്ലാസ്സിൽ എത്തിച്ചേരാൻ കഴിയാതെ വരുന്നതിൽ കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും ആശങ്കയിലാണ്. എന്നാൽ ജലഗതാഗത വകുപ്പിന് പലതവണ സ്കൂളുകളും നാട്ടുകാരും നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നും വിദ്യാർത്ഥികളും നാട്ടുകാരും പറയുന്നു. ലൈഫ് ജാക്കറ്റുകളില്ലാതെ സർവീസ് നടത്തിയ ശിക്കാരവള്ളങ്ങളിൽ ആലപ്പുഴ പോലീസ് പരിശോധന നടത്തി. ഇതിൽ പ്രതിഷേധിച്ച് CITU നേതൃത്വത്തിൽ ബോട്ടുടമകളും തൊഴിലാളികളും സമരം നടത്തി. സംഘടനാ ഭാരവാഹികളായ പ്രസന്നകുമാർ, സജീവ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. പുന്നമട ഫിനിഷിംഗ് പോയിന്റിലായിരുന്നു സമരം. ശിക്കാരവള്ളം മറിഞ്ഞ് ചൊവ്വാഴ്ച ദമ്പതികൾ മരിച്ചതിനെ തുടർന്ന് ശിക്കാരവള്ളങ്ങൾക്ക് ആലപ്പുഴ ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കുട്ടനാട്ടിലെ വിയപുരം ഗവൺമെന്റ് ഹൈസ്കൂളിലും തലവടി TMT സ്കൂളിലും AJ ജോൺ മെമ്മോറിയൽ സ്കൂളിലും പുതിയ ഹയർ സെക്കൻഡറി ഡിവിഷനുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തോമസ് ചാണ്ടി MLA മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം നൽകി. കുട്ടനാട്ടിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ അപര്യാപ്തത മൂലം വിദ്യാർത്ഥികൾ വിദൂര സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നുവെന്നും നിവേദനത്തിൽ പറയുന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ പ്രീ മെട്രിക് ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികളുടെ 2013-2014 വർഷത്തെ ലംസം ഗ്രാന്റും 5 മാസത്തെ സ്റ്റൈപ്പൻഡും വിതരണം ചെയ്യുന്നു. ജൂൺ 20-ന് കായംകുളം AEO ഓഫീസിലും 21-ന് ചേർത്തല DEO ഓഫീസിലും 27-ന് ആലപ്പുഴ TEO ഓഫീസിലും രാവിലെ 10 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെയാണ് വിതരണം. ലോക രക്തദാന ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച ആലപ്പുഴയിൽ നടക്കും. രക്തദാന ക്യാമ്പ്, സെമിനാർ, പെയിന്റിംഗ് മത്സരങ്ങൾ മുതലായവ ഉണ്ടായിരിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ D മുരളീധരൻപിള്ള വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രക്തദാതാ ദിനം, ബ്ലഡ് ഡൊണേഴ്സ് ഡേ ആണ്. നാളെ ആലപ്പുഴ ജില്ലയിലെ ജില്ലാതല പരിപാടിയുടെ ഉദ്ഘാടനം SD കോളേജിൽ വെച്ച് രക്തദാന ക്യാമ്പ് ബഹുമാന്യ കളക്ടർ രാവിലെ 9:30-ക്കും, സമ്മേളനം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോ. പ്രതിഭ ഹരിയും 11:30 മണിക്ക് നിർവഹിക്കുന്നതാണ്. ജൂൺ 14 ABO ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ച കാൾ ലാൻഡ്സ്റ്റീനറുടെ ജന്മദിനമാണ്. 2004 മുതൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് ജൂൺ 14 ലോക രക്തദാതാ ദിനമായിട്ട് കൊണ്ടാടുന്നു. ഈ സന്ദർഭത്തിൽ അവയർനെസ് ക്ലാസുകൾ നടത്തുകയും രക്തം ദാനം ചെയ്യുന്ന ആൾക്കാരെ ആദരിക്കുകയും ചെയ്യുന്ന പരിപാടികളും അവയർനെസ്സിനു വേണ്ടി പോസ്റ്റർ ഡിസൈനിങ് പോലുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിച്ചുകൊണ്ട് യുവാക്കളെ ഇതിലേക്ക് സംഘടിപ്പിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. രക്തദാതാ ദിനം ഉദ്ദേശിക്കുന്നത് തന്നെ യുവാക്കളെ കൂടുതലായിട്ട് കൊണ്ടുവരികയും സന്നദ്ധ രക്തദാനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആലപ്പുഴ SD കോളേജിൽ നടക്കുന്ന ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭ ഹരി നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന സെമിനാറും രക്തദാന ക്യാമ്പും ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ഭരണകൂടം, ആരോഗ്യവകുപ്പ്, സന്നദ്ധ രക്തദാന സമിതി, ബ്ലഡ് ബാങ്ക്, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാമിലി പ്ലാനിംഗ് ട്രസ്റ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജില്ലാതല പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ N ശശികല, ഡോക്ടർ മീന, മാസ് മീഡിയ ഓഫീസർ റമ്യ ബീഗം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സെക്രട്ടേറിയറ്റിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി ഐസക് രാജു നിയമിതനായി. എടത്തുവ വാദപ്പള്ളിയിൽ കുടുംബാംഗമായി ഇദ്ദേഹം കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ആലപ്പുഴ ജില്ലാ ഓഫീസറായി ഡെപ്യൂട്ടേഷനിൽ തുടരുന്നു. കേരള ആഡംബര നികുതി നിയമം 1976 പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ ഹൌസ് ബോട്ടുകളും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ബോട്ടുകളിൽ സൂക്ഷിക്കണമെന്ന് വാണിജ്യ നികുതി വകുപ്പ് ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. പരിശോധന വേളയിൽ വാണിജ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതുമാണ്. ഈ രക്തസാക്ഷിത്വത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും ആകുമോ?
ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കളിചിരിയുമായി മധുവിധു ആഘോഷിക്കാനെത്തിയ ആന്ധ്ര സ്വദേശികളായ സാഗറിന്റെയും നാഗമണിയുടെയും ചേതനേറ്റ ശരീരം ടൂറിസം കലണ്ടറിലെ ചുവന്ന അടയാളമായത്. കായലിന്റെ നാട്ടറിവും നാട്ടുകാരുടെ സഹായവും മൂലധനമാക്കി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മെയ് മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം. മൂന്നാറും ആലപ്പുഴയും മധുവിധ യാത്രയ്ക്കായി ഇരുവരും ചേർന്നാണ് തിരഞ്ഞെടുത്തത്. മഴയ്ക്കൊപ്പം വീശുന്ന കാറ്റിലുണ്ടായ അപകടം വളരെ സാധാരണമായി സംഭവിക്കാറുള്ള അപകടങ്ങളിൽ ഒന്നായിട്ടാണ് ഇവരുടെ മരണവും പരിഗണിക്കപ്പെട്ടത്. ഒറ്റ ദിവസത്തെ നെടുവീർപ്പിലും തുച്ഛമായ അടിയന്തര സഹായത്തിനും അലസമായ ഒരു കേസെടുക്കലിനും സംഭവസമയം ആലപ്പുഴയിലുണ്ടായിരുന്ന ഏതെങ്കിലും മന്ത്രി പുങ്കവന്റെയോ എംഎൽഎയുടെയോ ഞെട്ടൽ രേഖപ്പെടുത്തൽ പ്രസ്താവനയിലും മാധ്യമങ്ങളും ഭരണക്കാരും കാര്യം കഴിക്കുന്നു. ഭരണകൂടം അനുമതി നൽകിയ വിനോദസഞ്ചാര ഉപാധിയായിട്ടാണ് കായൽ കാഴ്ചകൾക്കായി ടൂറിസ്റ്റുകൾ ഹൌസ് ബോട്ടുകളെയും ശിക്കാരവള്ളങ്ങളെയും ആശ്രയിക്കുന്നത്. സർക്കാരിന്റെയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയും അലസമായ നടപടികളിലൂടെ ജീവൻ പൊഴിഞ്ഞ ഈ നവദമ്പതികൾ തീർച്ചയായും അതിനപ്പുറം ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ അഴിമതിയും പരിശീലനവും മനസാക്ഷിയുമില്ലാത്ത ബോട്ട് ജീവനക്കാരും ചേർന്ന് നടത്തിയ നരഹത്യ തന്നെയാണിത്. വിനോദസഞ്ചാര മേഖലയുടെ അശാസ്ത്രീയ ആസൂത്രണത്തിന്റെ രക്തസാക്ഷികളാണ് ഇരുവരും. മഴക്കാലം എത്തിയപ്പോഴെങ്കിലും കാറ്റുപിടിക്കുന്ന ഇത്തരം വള്ളങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കുന്നതിൽ അധികാരികൾക്ക് സംഭവിച്ച വീഴ്ചയിൽ 2 ജീവനുകളാണ് പൊലിഞ്ഞത്. വിനോദസഞ്ചാരികളുടെ സംരക്ഷണം എന്തുകൊണ്ട് ജില്ലാ ഭരണകൂടവും മറ്റധികാരികളും അവഗണിക്കുന്നു? ഇനി സർക്കാരിന്റെയും അധികാരികളുടെയും മുഖമിനുക്കാനായി ഒരു അറസ്റ്റ്, ശിക്കാരവള്ളങ്ങളിൽ 2 ദിവസം പരിശോധന തുടങ്ങിയ കലാപരിപാടികൾ നടക്കും. തുടർ വാർത്തകൾക്കും ഫീച്ചറിനും വിഭവമാകാത്തതിനാൽ മാധ്യമങ്ങൾ നാളുകളിലേക്ക് കണ്ണും നട്ടിരിക്കും. മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ ആധാർ കാർഡ്, റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, ബാങ്ക് അക്കൌണ്ട്, പാസ്ബുക്ക്, പെൻഷൻ സ്ലിപ്പ് എന്നിവ ജൂൺ 18 മുൻപ് പഞ്ചായത്തിൽ സമർപ്പിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഒരു വള്ളപ്പുരയും അതിനുള്ളിൽ പലതായി മുറിക്കപ്പെട്ട ഒരാത്മാവിന്റെയും സ്പന്ദനം കേൾക്കാം. പമ്പയാറ്റിലെ കുഞ്ഞോളങ്ങൾക്കും ആകാശച്ചെരിവിലെ നീലമേഘങ്ങൾക്കും മാത്രമേ അത് കേൾക്കാനാവൂ. വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള പ്രിൻസ് ജ്വല്ലറിയുടെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിലേക്ക് ഏജന്റുമാരെ ആവശ്യമുണ്ട്. സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയുടെ കാലാവധി തീരുമ്പോൾ BIS ഹോൾമാർക്ക് സ്വർണം നൽകുന്ന വിശ്വസ്ത സ്ഥാപനം